ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ മീനാക്ഷി പായസം ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവർക്കും ഗ്ലാസ്സിൽ വിളമ്പുകയാണ്. ഇത് മൈഥിലിയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കുകയും അതിലൊരു ഗുളിക പൊടിച്ചു ചേർക്കുകയും ചെയ്യുന്നു. അതുവഴി വരുന്ന മാലതിയുടെ കയ്യിൽ മൈഥിലിക്കുള്ള പായസമാണെന്ന് പറഞ്ഞ് കൊടുത്തു വിടുകയും ചെയ്യുകയാണ്. പായസം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ പായസം എൻ്റെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ് മൈഥിലി ആ പായസം മുഴുവൻ വാങ്ങി കുടിക്കുന്നു. ദേവമ്മ ഉണ്ടാക്കിയതാണോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മൈഥിലി പറയുമ്പോൾ ഇത് ദേവമ്മ ഉണ്ടാക്കിയതല്ല, നിന്റെ ശത്രു ഉണ്ടാക്കിയതാണെന്ന് മാലതി പറയുന്നു. ആര്, മീനാക്ഷിയോ? എങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നോ? ഇവളതില് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകും, എന്റെ വയറും കൂടി ചീത്തയാക്കേണ്ട വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി. പെട്ടെന്ന് തന്നെ മൈഥിലിക്ക് ഛർദ്ദിക്കാൻ വരികയും മൈഥിലി ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഛർദ്ദിച്ച് തിരിച്ചു വന്ന ഉടൻ തന്നെ വീണ്ടും വീണ്ടും ഛർദ്ദിക്കാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി മീനാക്ഷി വല്ല പണിയും ഒപ്പിച്ചതാണോ എന്ന് മാലതി മനസ്സിൽ പറയുന്നു. അതുവഴി പോകുന്ന നന്ദിനിയോട് മാലതി ഇക്കാര്യം പറയുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. മോളെ, നീ ആ മൈഥിലിയുടെ പായസത്തിൽ എന്തെങ്കിലും ചേർത്തെല്ലാം കൊടുത്തതാണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ചെറിയൊരു പണി കൊടുത്തതാണെന്നും ഛർദിലും ലൂസ് മോഷനും എല്ലാം കൂടി വരേണ്ടതാണെന്നും മീനാക്ഷി പറയുന്നു. എൻ്റെ മോളെ, നമുക്കൊരു കൾച്ചറുണ്ട്, നീ അത് വിട്ട് കളിക്കാൻ നിൽക്കരുത്, മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകുമ്പോൾ ഇതെല്ലാം തൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുകയായിരുന്നു മാലതി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയാണ്. എത്രയും പെട്ടെന്ന് ആ വാളും കിട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോയിരുന്നെങ്കിൽ സമാധാനമായേനെ. ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അതിനെ വെച്ച് വിലപേശിയാൽ എത്ര കിട്ടുമെന്ന് ഓർത്തിട്ട് മാത്രമാ എന്നൊക്കെ മൈഥിലി മനസ്സിൽ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മാലതി വരികയാണ്. മാലതി പറയുകയാണ്, മൈഥിലി, ആ മീനാക്ഷി നിനക്കിട്ട് പണി തന്നത് തന്നെയാ, അത് എനിക്കും അറിയാം. പക്ഷേ തെളിവൊന്നുമില്ലല്ലോ എന്ന് മൈഥിലി പറയുമ്പോൾ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്നും പക്ഷേ ഞാനാണ് തന്നതെന്ന് ആരും അറിയരുതെന്നും മാലതി പറയുന്നു. അതിനുശേഷം മീനാക്ഷിയുടെയും നന്ദിനിയുടെയും വീഡിയോ മൈഥിലിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മാലതി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി ആഹാരം കഴിക്കാനിരിക്കുന്നതാണ്. അതേസമയം മൈഥിലിയും അങ്ങോട്ടേക്ക് വരുന്നു. മൈഥിലി കഴിച്ചോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് മൈഥിലി പറയുന്നു. എങ്കിൽ മൈഥിലിയും കൂടി ഇരിക്കാൻ പറഞ്ഞ് മീനാക്ഷിയോട് വിളമ്പിക്കൊടുക്കാൻ കാർത്തി പറയുമ്പോൾ അവൾ തനിയെ എടുത്ത് കഴിച്ചോളുമെന്ന് ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു. തുടർന്ന് നന്ദിനി മൈഥിലിക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. കാർത്തി, ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു, വൊമിറ്റിംഗ് ആയിരുന്നു. ആരോ എനിക്ക് പായസത്തിൽ പോയിസൺ കലക്കി തന്നു, അതിന് ഈ ചെമ്പകമംഗലത്ത് അങ്ങനെ ആരും ചെയ്യില്ലല്ലോ എന്ന് കാർത്തി പറയുന്നു. അല്ല കാർത്തി, മീനാക്ഷിയാണ് പായസം ഉണ്ടാക്കിയതെന്ന് മൈഥിലി പറയുമ്പോൾ ഇപ്പൊ മൈഥിലിക്ക് കുറഞ്ഞില്ലേ? കുറവില്ലെങ്കിൽ നാളെ നമുക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് കാർത്തി എഴുന്നേൽക്കുകയാണ്. കാർത്തിക്ക് ഗുഡ് നൈറ്റ് പറയുകയാണ് മൈഥിലി. അങ്ങനെ കാർത്തി പോയതിനു ശേഷം മൈഥിലി പറയുകയാണ്, പണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങുന്ന സമയത്തും കെട്ടിപ്പിടിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇത് കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോടെ യൂസ്ലെസ് ഫെല്ലോ എന്ന് പറയുകയാണ്. അതെന്താ, ഞാൻ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുകയാണ്, അല്ല, കാർത്തിയേട്ടനോടും വൈശാഖിനോടും മാത്രമേ നീ ഇങ്ങനെ ഗുഡ് നൈറ്റ് പറയാറുള്ളൂ, അതോ വേറെ ആരോടെങ്കിലും പറയാനുണ്ടോ? ഇത് കേൾക്കുന്ന മൈഥിലി ദേഷ്യത്തോടെ എഴുന്നേൽക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതാണ്. അതേസമയം കാർത്തി ഓഫീസിലേക്ക് പോകാനായി വരികയാണ്. പെട്ടെന്ന് തന്നെ മൈഥിലി കാർത്തിയെ പിന്നിൽ നിന്നും വിളിക്കുന്നു. പിന്നിൽ നിന്നും വിളിച്ചതിന് എല്ലാവരും മൈഥിലിയെ ചീത്ത പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, കാർത്തി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ മീനാക്ഷി എനിക്ക് പായസത്തിൽ വിഷം കലർത്തി തന്നെന്ന്? പക്ഷേ നിങ്ങളാരും അത് വിശ്വസിച്ചില്ലല്ലോ. എന്നാലേ ഞാൻ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മാലതി കൊടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മൈഥിലി. അതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. എന്നാലും മീനാക്ഷി, ഞാൻ നിന്നിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. നിനക്ക് നല്ല അടിയാ ഇതിന് തരേണ്ടത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് കാർത്തി ദേഷ്യത്തോടെ പറയുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് മീനാക്ഷി. അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മൈഥിലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.